മാറിയിട്ടുണ്ട്. ആ സമരത്തിൻ്റെ ഭാവം മാറിയിട്ടുണ്ട്. ഒരു രൗദ്രഭാവം കൈവന്നിട്ടുണ്ട്. ആരാണ് ഈ വെല്ലുവിളിക്കുന്നത് എന്ന് സൂക്ഷിച്ചു നോക്കണേ. കുമ്മനത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട ABVP-ക്കാരല്ല, സുധീരന്റെ KSUക്കാരുമല്ല. സാക്ഷാൽ കാനം സഖാവിന്റെ കുഞ്ഞു സഖാക്കളാണ് AASF-കാർ. ആഭ്യന്തരമന്ത്രി തങ്കുറപ്പുള്ള പിള്ളേർക്ക് നേരെ കളിക്കുമ്പോ അങ്ങനെ സർക്കാരിനെതിരെ വന്നവരല്ല. ഈ പേരുകളെ വാരണാസിയിലെ കേന്ദ്രത്തിനപ്പുറത്ത് ഒരു കൊച്ചമ്മയുണ്ട്, ലക്ഷ്മി നായർ എന്ന് പേരുള്ള ഒരു കൊച്ചമ്മ. ആ കൊച്ചമ്മ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ പകൽ പോലെ കൊള്ളയടിക്കുമ്പോൾ ഈ വാരണാസിയിലെ കേന്ദ്രം അതിന് കൂട്ടുനിൽക്കരുത് എന്ന് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകാൻ വന്നവരാണ് AISF-ന്റെ പ്രവർത്തകന്മാർ. പ്രിയപ്പെട്ട സഖാക്കളെ, ഇവിടെ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ ചോര ചിന്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് AISF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് ഈ ഗവൺമെന്റിന്റെ നയവൈകല്യങ്ങളെ തിരുത്താനുള്ള ബാധ്യതയുണ്ടെന്ന തിരിച്ചറിവ് AISF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കുണ്ട്. ഞാൻ അതിന്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. 16 ദിവസമായി വിദ്യാർത്ഥികൾ പട്ടിണി കിടക്കുക, നിരാഹാരം കിടക്കുക. ആ സമരത്തെ കുറിച്ച്, ആ സമരം ഉന്നയിക്കുന്ന വാദത്തെ കുറിച്ച് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വാക്കുരിയാടിയില്ല എന്നത് അപമാനകരമാണ്, അപമാനകരമാണ്, അപമാനകരമാണെന്ന് AISF സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അപമാനകരമായ മൗനം പാലിക്കണമെങ്കിൽ അതിനും വേണമല്ലോ ഇരട്ടച്ചങ്ക്. ഏതായാലും AISF-കാർക്ക് ആവശ്യത്തിന് ചങ്കുണ്ട്. അത് അവർ തെളിയിച്ചു. ഇവരുണ്ടല്ലോ ഈ CPI കിടാങ്ങൾ, അവരൊരു മാവോയിസ്റ്റ് ലൈനാണോ എന്ന് നിലമ്പൂർ മുതലേ പൊളിമിക്സിന് സംശയമുണ്ട്. അവിടെ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ ഒരു AIYF-കാരൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ഒരു കാര്യം അർത്ഥശങ്കപ്പെടയില്ലാത്ത വിധം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 10-20 പോലീസുകാർ വന്നു നിന്ന് നിങ്ങൾ അവിടേക്ക് കടക്കരുതെന്ന് പറഞ്ഞാൽ, കമ്മീഷണർ സുരേഷ് ഗോപിയുടെ പോലെ നിങ്ങൾ അവിടേക്ക് കടക്കരുതെന്ന് പറഞ്ഞാൽ അത് കേട്ടുപോകാൻ വന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് അവിടേക്ക് കയറണമെന്ന് തീരുമാനം
ഏത് അധികാരിയുടെ നെഞ്ഞത്ത് കയറാനും പ്രയാസമില്ല എന്ന മട്ടിലാണല്ലോ സെക്രട്ടേറിയറ്റ് ഗേറ്റിന് മുന്നിൽ വെച്ചും AASFകാർ പെരുമാറിയത്. ആ ധൈര്യം, ആ മാവോയിസ്റ്റ് ധൈര്യം ഇവർക്ക് ആര് കൊടുത്തു എന്നല്ലേ ഇതാ ഈ മാവോയിസ്റ്റ് കൊണ്ടുപോയി കൊടുത്തതാണ്. നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. വിദ്യാർത്ഥികളെ കേട്ടിട്ടില്ല, ചരിത്രം കേട്ടിട്ടില്ല. ഇൻക്ലാബ് സിന്ദാബാദ്. ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥികൾ ഉയർത്തിയ ഈ ഐക്യത്തിന്റെ പതാകയെ ആദ്യമായി ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. സഖാവ് കാനം സേത്തുങ്ങാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നത് എന്ന് ബോധ്യമായല്ലോ. അതിനാൽ ഇനിയൊരു ഇടവേളയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി സമീപിക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കാം.